അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഇന്നത്തെ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളത്തെ തജ്വീദിന് ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ വസ്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്, അക്സൽ ഹൽക്ക്, മഖ്റജ് എന്ന് തന്നിട്ടുണ്ട്. 1. തൊണ്ടയുടെ താഴെ അറ്റം. ഉത്തരം അക്സൽ ഹൽക്ക്. 2. തൊണ്ടയുടെ മധ്യം. ഉത്തരം വസ്തുൽ ഹൽക്ക്. 3. തൊണ്ടയുടെ മുകൾ അറ്റം. അദ്നൽ ഹൽക്ക്. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ. മഖ്റജ്. രണ്ടാമത്തത് കോളങ്ങൾ പൂർത്തിയാക്കാം. ഹൽക്ക് തൊണ്ട 3, ലിസാന് നാവ് 10, ഷഫത്താനി 2 ചുണ്ടുകൾ 2, ഹൈഷവും തരിമൂക്ക് 1, ജൗഫ് വായുടെ ഉൾഭാഗം 1. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പട്ടികയാണ് അല്ലേ. മൂന്നാമത്തത് അറബിയാക്കാം. മണിക്കൽ ഉന്നത്ത്, ശബ്ദം കനപ്പിക്കൽ തഫ്ഹീം, ശബ്ദരീതി സിഫാത്ത്, ശബ്ദം നേർപ്പിക്കൽ തർക്കീക്ക്. അടുത്തത് നാലാമത്തത് ഉത്തരം എഴുതാം. 1. വിശുദ്ധ ഖുർആനിന് പറയുന്ന മറ്റു 2 പേരുകൾ. ഖുർആൻ ഷരീഫ് എന്നും ഫുർഖാനുൽ അലീം എന്നും പറയും. 2. ഖുർആനിൻ്റെ ഒരു പ്രത്യേകത. ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റത്തിരുത്തലുകളും കൂടാതെ അത് നിലനിൽക്കും. 3. ഖുർആൻ പഠിക്കേണ്ടത് ഏത് വിധമാണ്? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. 4. തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. 5. വ്യക്തമാക്കാം. അക്ഷരങ്ങൾ വ്യക്തമാക്കാനാണ്. ബ്രാക്കറ്റിൽ അക്ഷരങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്നത്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? ഐന്, ഹാഹ്. 2. തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് പുറപ്പെടുന്നത്. ഗൈന്, ഹാഹ്. ഇത്രയും ചോദ്യങ്ങളാണ് തജ്വീദിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 5 പാഠമാണുള്ളത്. 5ാമത്തെ പാഠം കൂടുതൽ ശ്രദ്ധിക്കണം. അതിൽ മഖ്റജുകളൊക്കെ പഠിക്കാനുണ്ട്. ഓരോ അക്ഷരത്തിൻ്റെ മഖ്റജും ആ പട്ടിക കാണാതെ പഠിക്കേണ്ടതാണ്. അക്ഷരങ്ങൾ തന്നിട്ട് മഖ്റജ് എഴുതാനുണ്ടാകും, മഖ്റജ് തന്നിട്ട് അക്ഷരങ്ങൾ എഴുതാനുണ്ടാവും. ആ പാഠത്തിൽ നിന്ന് മഖ്റജുകൾ നന്നായി പഠിക്കണം. ഉദാഹരണങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 5ാം പാഠത്തിൽ തെദ്രീബാത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നന്നായി
പഠിച്ച് പരീക്ഷയ്ക്ക് പോകുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.